കോൺഗ്രസ് നേതാവ് PJ കുര്യനെ പരോക്ഷമായി പാർട്ടിയിലേക്ക് ക്ഷണിച്ച് മന്ത്രി സജി ചെറിയാൻ. PJ കുര്യന് കോൺഗ്രസ് വിട്ട് പുരോഗമന നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ കഴിയും. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇനിയും സംഭാവനകൾ ചെയ്യാൻ കഴിയും. ആത്മാഭിമാനമുള്ള ഒരാൾക്കും കോൺഗ്രസിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാണെന്നും PJ കുര്യൻ ഒരു നിലപാടെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സജി ചെറിയാൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ശരത് എസ് നിലവിൽ യൂത്ത് കോൺഗ്രസുമായിട്ട് ഉടക്കി നിൽക്കുകയാണ് PJ കുര്യൻ. PJ കുര്യൻ പറഞ്ഞതിനെതിരെ യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കന്മാരും രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത്. ഈ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഒരു സാധ്യത തേടുന്നത് CPIM? തീർച്ചയായും അരുൺകുമാർ, അതായത് യുവ നേതാക്കളെ ടെലിവിഷനിൽ മാത്രം കാണാനുള്ളൂ എന്ന PJ കുര്യന്റെ പരാമർശം യൂത്ത് കോൺഗ്രസിനടക്കം വലിയ വിമർശനങ്ങൾക്ക് ഇടവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സജി ചെറിയാൻ ഇത്തരത്തിൽ PJ കുര്യന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന മതന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവാണ് PJ കുര്യൻ. മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വോട്ട് നേടിയെടുക്കുന്നത് അദ്ദേഹത്തിന് സ്വാധീനം നിർണായകമായിരുന്നു. കോൺഗ്രസിന്റെ ജീർണിച്ച രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് പുറത്തു കടന്ന് പുരോഗമന നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ PJ കുര്യന് കഴിയുമെന്നാണ് പ്രതീക്ഷ എന്നുള്ളതായിരുന്നു സജി ചെറിയാൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു വെച്ചത്. ഒപ്പം അധികാരത്തിനും പദവികൾക്കും വേണ്ടി എല്ലാ മുതിർന്ന നേതാക്കളെയും ഏത് മുതിർന്ന നേതാവിനെയും തള്ളിപ്പറയാൻ മടിക്കാത്ത സംസ്കാരം കോൺഗ്രസിൽ വളർന്നു വരുന്നുണ്ട്. അതുൾപ്പെടെ വ്യക്തമാക്കുന്നതാണ് ഇത്തരത്തിൽ PJ കുര്യന്റെ വിമർശനത്തിന് ശേഷമുണ്ടായ യൂത്ത് കോൺഗ്രസുകളുടെ പ്രതികരണം. ഒപ്പം PJ കുര്യന്റെ വിമർശനത്തെ അത് ഒരു സ്വയം വിമർശനമായി കാണാതെ അതിനെ വിമർശിച്ച് അല്ലെങ്കിൽ അതിനെതിരെ രംഗത്ത് വരുന്ന നിലപാടാണ് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നത്. അത് ശരിയായ രീതിയല്ല നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് സജി ചെറിയാൻ ഇപ്പോൾ രംഗത്ത് വന്നത്. ഒപ്പം ഈ വിഷയത്തിൽ PJ കുര്യൻ ഒരു നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ പുരോഗമന ഈ ജീർണിച്ച രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് പുറത്തു കടന്ന് പുരോഗമന നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സജി ചെറിയാൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. താങ്ക് യു.